കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ജൂലൈ 19 മുതൽ 27 വരെ ബദിയടുക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താനും വേണ്ടി സംഘടിപ്പിക്കുന്ന വലിയ ഉദ്യമമാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ബദിയടുക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നത് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ്. ഫാമിലി ബ്ലോക്ക് സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം 570 യൂണിറ്റ് സാഹിത്യോത്സവവും 57 സെക്ടർ സാഹിത്യോത്സവങ്ങളും 9 ഡിവിഷൻ സാഹിത്യോത്സവങ്ങളും പൂർത്തിയാക്കി 10,000-ലേറെ വിദ്യാർത്ഥികളെ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയതിനു ശേഷമാണ് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത്. ജില്ലാ സാഹിത്യോത്സവത്തിലെ ഈ വർഷത്തെ പ്രമേയം വരാന്തയാണ്. വരാന്ത വീടിൻ്റെ പുറം ഭാഗമാണ്, മുഖ്യ കവാടത്തിനു മുമ്പുള്ള ഇടം. വീട് ഉടമസ്ഥതയും അധികാരവുമാണെങ്കിൽ വരാന്ത അതിൻ്റെ അതിര് മാത്രമാണ്, അത്ര പെട്ടെന്ന് അകത്തേക്ക് കയറാനും അനുഭവിക്കാനുമാകാത്ത ഇടം. സമാനമാണ് സമൂഹത്തിലെ ചിലരുടെ സ്ഥാനം. വരാന്തവൽക്കരിക്കപ്പെട്ടവർ സമൂഹത്തിൻ്റെ ചൂടോ തണുപ്പോ പൂർണ്ണമായും അനുഭവിക്കാതെ അതിരുകളിൽ ഒറ്റപ്പെട്ടു പോയവർ. തങ്ങളുടെ യാഥാർത്ഥ്യവുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലും ഓരോ തവണയും സമൂഹം അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ അടയാളപ്പെടുത്തുക എന്നതുകൂടിയാണ് സാഹിത്യോത്സവം സാധ്യമാക്കുന്നത്. പ്രശസ്ത മലയാള നോവലിസ്റ്റ് അംബിക സുധൻ മാങ്ങാടാണ് ഈ വർഷത്തെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സാഹിത്യോത്സവ ഭാഗമായി കാസർഗോഡ് നേരിടുന്ന സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ കൂടി ചർച്ചയാകും. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ചുവപ്പ് നാടയുടെ